ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ബീഹാർ ബങ്കിപ്പൂരിലെ ബി.ജെ.പി കോട്ട തകർത്ത് പ്രശാന്ത് കിഷോറിന് അട്ടിമറി വിജയം. 20,000 വോട്ടുകൾക്കാണ് ജൻസുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ വിജയം കൊയ്തത്. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ 5 തവണ MLA ആയ മണ്ഡലത്തിലാണ് അട്ടിമറി ജയം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശ് ഭാട്ടിയ മണ്ഡലം കോൺഗ്രസും ഗുജറാത്ത് മഞ്ചൽപൂർ ബി.ജെ.പിയും നിലനിർത്തിയ ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, വലിയ തിരിച്ചടി ബി.ജെ.പിക്ക് നൽകിയിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ആദ്യ വിജയമാണ്, വലിയ വിജയമാണ് എന്നുള്ളതാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കന്നി മത്സരമായിരുന്നു പ്രശാന്ത് കിഷോറിന്. ഇത് നിയമസഭയിലേക്ക് ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 238 സ്ഥാനാർത്ഥികൾ ജൻസുരാജ് പാർട്ടിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും താൻ മത്സരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ നിലപാട്. 236 കെട്ടിവെച്ച തുക പോലും കിട്ടാതിരുന്ന പാർട്ടിയാണ് ഇപ്പോൾ ബി.ജെ.പി അട്ടിമറിച്ചുകൊണ്ട് വിജയം കൊയ്തിരിക്കുന്നത്. നേരത്തെ പട്ന വെസ്റ്റ് എന്നായിരുന്നു ബങ്കിപ്പൂർ മണ്ഡലത്തിന്റെ പേര്. അപ്പോൾ മുതൽ ബങ്കിപ്പൂർ മണ്ഡലമായതിനു ശേഷവും ആകെ 5 തവണയാണ് ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ബങ്കിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ബി.ജെ.പി കുത്തകയാക്കി 20 വർഷത്തിലധികം വെച്ചിരുന്ന ഒരു മണ്ഡലത്തിലാണ് ഈ രൂപത്തിലുള്ള ഒരു അട്ടിമറി നടന്നിരിക്കുന്നത്. 20,000 മുകളിൽ ലീഡ് പ്രശാന്ത് കിഷോറിന് ലഭിക്കും എന്നാണ് ഇപ്പോഴുള്ള കണക്കുകൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത്. അന്തിമ കണക്ക് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടും എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ബി.ജെ.പി കോട്ട പൊളിച്ചു എന്നത് നിസ്സാരമായ കാര്യമല്ല. തന്റെ ആദ്യ മത്സരത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ബീഹാറിൽ കന്നി വിജയത്തിലേക്ക് എത്തുന്നത്. അതും ബി.ജെ.പിയുടെ വലിയ കോട്ട പൊളിച്ചുകൊണ്ട് വൻ വിജയത്തിലേക്ക് പ്രശാന്ത് കിഷോർ എത്തുന്നു. ജൻസുരാജ് പാർട്ടി രൂപീകരിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ചെങ്കിലും വലിയ നിരാശയായിരുന്നു ഫലം. അതിനെ മറികടന്നുകൊണ്ട് ഒരു പ്രതീക്ഷ നൽകുന്ന വിജയത്തിലേക്ക് പ്രശാന്ത് കിഷോറിന് എത്താൻ സാധിച്ചിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ രണ്ട് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിലും ഗുജറാത്തിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. അവിടെ മധ്യപ്രദേശിലെ ദാട്ടിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ MLA മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ആ മണ്ഡലം കോൺഗ്രസ് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സമാനമായി ഗുജറാത്തിലെ മഞ്ചൽപൂർ മണ്ഡലത്തിൽ ബി.ജെ.പി MLA മരിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. ആ മണ്ഡലവും ബി.ജെ.പിക്ക് നിലനിർത്താനായി എന്നുള്ളതാണ്. 2 മണ്ഡലങ്ങൾ കോൺഗ്രസും ബി.ജെ.പിയും അതത് മണ്ഡലങ്ങൾ നിലനിർത്തുമ്പോൾ ബി.ജെ.പിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കുത്തക മണ്ഡലം, അതും നിതിൻ നബീൻ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം, അത് കൈവിട്ടു പോയിരിക്കുന്നു. പുതിയൊരു പാർട്ടി ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോറാണ് ബീഹാർ നിയമസഭയിലേക്ക് എത്തുന്നത്. മാധു, ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, ബി.ജെ.പിയുടെ കോട്ടയാണ്. അവിടെയാണ് ജൻസുരാജ് പാർട്ടിയുടെ അധ്യക്ഷനായ ഇദ്ദേഹം ആദ്യമായൊരു നിയമസഭാ മത്സരത്തിന് നിൽക്കുകയും അദ്ദേഹം മത്സരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് രാജ്യവ്യാപകമായി ശ്രദ്ധേയമായത്. അവിടെ ഒരു അട്ടിമറി വിജയം, 20,000 വോട്ടിന്റെ വിജയം സ്വന്തമാക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധമൊക്കെ നടന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ പരാജയമായിരിക്കും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.